നമസ്കാരം. മോദി അടപടലം വീഴുന്നു. ബംഗാളിനെ വരിഞ്ഞു മുറുക്കുകയാണ് CPM. വർഗീയവാദം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന BJPയെ പോലെയാണ് തൃണമൂലും. കലാപമുണ്ടാക്കി CPMന് മുകളിൽ കെട്ടിവെക്കാനുള്ള നെറുകെട്ട ശ്രമങ്ങളെല്ലാം തൃണമൂലും BJPയും നടത്തുന്നു. ബംഗാളിലെ പ്രധാന മണ്ഡലങ്ങളിലെല്ലാം CPM യുവാക്കളെ ഇറക്കിയാണ് ഇത്തവണ കളം നിറച്ചത്. തിരഞ്ഞെടുപ്പിൽ ബംഗാൾ അശാന്തമായിരിക്കുന്നു. തൃണമൂൽ പ്രവർത്തകർ കലാപമുണ്ടാക്കി CPMന് മുകളിൽ കെട്ടിവെക്കാനുള്ള തരം താഴ്ന്ന കളികൾ വരെ ഈ തിരഞ്ഞെടുപ്പിൽ കളിക്കുകയാണ്. BJPയുടെ വർഗീയ ഭരണത്തിനെതിരെ CPMന്റെ യുവരക്തം ഇത്തവണ സ്ഥാനം പിടിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട മുതിർന്ന നേതാക്കളെ മാറ്റി യുവാക്കളെ രംഗത്തിറക്കിയാണ് ഇത്തവണ CPM മുന്നിൽ വന്നത്. തിരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ സ്ഥാനാർത്ഥികളും 40 വയസ്സിൽ താഴെയുള്ള നേതാക്കളായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായെങ്കിലും യുവ നേതാക്കളെ കളത്തിൽ നിന്ന് പിൻവലിക്കാൻ CPM തയ്യാറായില്ല. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാർട്ടികളിൽ നിന്നുള്ള പരാതികൾ 1000 കടന്നതായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. EVMകളുടെ തകരാറും പോളിംഗ് ബൂത്തുകളിൽ ഏജന്റുമാരെ തടയൽ, ഏജന്റുമാരെ ആക്രമിക്കൽ, വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിൽ നിന്ന് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയോ തടയുകയോ ചെയ്യൽ തുടങ്ങിയ പരാതികളാണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. ബംഗാവോൺ, ഹൂഗ്ലി, ആറാംബാഗ് മണ്ഡലങ്ങളിൽ നടക്കുന്ന ചെറിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കെതിരെ നിരവധി പരാതികൾ BJPക്കെതിരെയും തൃണമൂലിനെതിരെയും ഉയർന്നിട്ടുണ്ട്. കള്ളവോട്ടും ഇവിടെ വലിയ ചർച്ചയാകുന്നു. പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂരിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ BJP നേതാവും അഭിനേതാവുമായ മിഥുൻ ചക്രബർത്തിയുടെ റോഡ് ഷോയ്ക്ക് നേരെയും കല്ലേറുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ഗ്ലാസ് ബോട്ടിലുകളും കല്ലുകളും എറിഞ്ഞ് അക്രമമുണ്ടാക്കിയത്. ഗ്രാമങ്ങളിലേക്ക് യുവ നേതാക്കളെ ഇറക്കിവിട്ട് സമരങ്ങളിലും പരിപാടികളിലും മുൻനിർത്തി ജനങ്ങൾക്കിടയിൽ പുതിയ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ CPMന് ഇത്തവണ സാധിച്ചിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജിയാണ് തിരഞ്ഞെടുപ്പിൽ CPMന്റെ തീപ്പൊരി പ്രചാരകയായി മാറിയത്. മീനാക്ഷി പ്രസംഗിക്കുന്ന വേദികളിൽ വമ്പൻ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് മാറ്റത്തിന്റെ തുടക്കമായി CPM കണ്ടിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJPയെയും സംസ്ഥാനം കൈയടക്കിയിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെയും ഒരുപോലെ കടന്നാക്രമിച്ചാണ് ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത്. തൃണമൂലിനെതിരെ BJPയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായ സന്ദേശ് ഖാലി പ്രശ്നം CPM ഉയർത്തിക്കാട്ടി. സന്ദേശ് ഖാലിയിൽ നടന്ന ബലാത്സംഗങ്ങളും ആക്രമണങ്ങളും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും CPM മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി. വനിതാ നേതാക്കൾ നിരന്തരം സന്ദേശ് ഖാലി വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീകളുടെ അവസ്ഥ ഇതാണെന്ന് സ്ഥാപിക്കാനാണ് CPMന്റെ ശ്രമം. BJPയെ കടന്നാക്രമിക്കാൻ ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ് CPM പ്രധാന വിഷയമായും പ്രയോഗിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ തൃണമൂലിനൊപ്പം ഇത്തവണയും ഉറച്ചു നിൽക്കുമെന്ന ധാരണയുണ്ടെങ്കിലും പൗരത്വ ഭേദഗതി വിഷയവും CPM പ്രചരണായുധമാക്കി. ഏതായാലും ഇത്തവണ ആ മാറ്റം പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്.